പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ കടക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം എനിക്കുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ എപ്പിസോഡുകളായിട്ട് കേട്ടു. ഇനി നമ്മൾ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വചന വിചിന്തനം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ എല്ലാവരെയും അഭിഷേകം ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥം ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്നാണ്. യേശു ദൈവപുത്രനാണ് എന്ന് പിശാച് ഏറ്റുപറയുന്നു. വേറെ ആരുമല്ല, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാച് തന്നെ ഏറ്റുപറയണം. ബൈബിളിൽ തന്നെ അതിൻ്റെ വചനത്തിൽ തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ തെളിവ്. യേശു ക്രിസ്തു ദൈവമാണ് എന്നുള്ള ആ വ്യക്തമായ ഉത്തരമാണ് അവിടെയുള്ളത്. നമുക്കതൊന്ന് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഞാൻ 3-ാം അധ്യായം 1 മുതൽ വായിക്കുകയാണ്. യേശു വീണ്ടും സിനഗോഗിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയുവാൻ അവർ ഉറ്റ് നോക്കിക്കൊണ്ടിരുന്നു. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അവർ നിശബ്ദരായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് ഒരു ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. ഫരീസയർ ഉടനെ പുറത്തിറങ്ങി യേശുവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഹെരോദോസ് പക്ഷക്കാരുമായി ആലോചന നടത്തി. യേശു ശിഷ്യന്മാരോടുകൂടെ കടൽ തീരത്തേക്ക് പോയി. ഗലീലയിൽ നിന്ന് ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. യൂദ, ജെറൂസലേം, ഇദുമയ എന്നീ ഇവിടങ്ങളിൽ നിന്നും ജോർദാൻ്റെ മറുകരയിൽ നിന്നും ടൈർ, സിദോൻ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ട് അവൻ്റെ അടുത്തെത്തി. ആൾത്തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് അവൻ ശിഷ്യന്മാരോടൊരു വള്ളം ഒരുക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ്, നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായ താക്കീത് നൽകി. ഇതാണ് നമുക്കിന്ന് ധ്യാന വിഷയമായി വിചിന്തനത്തിനായിട്ട് വചന വിചിന്തനത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക. യേശു ദൈവമാണെന്ന് പിശാച് തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നെ വെളിപ്പെടുത്തരുതെന്ന് അവൻ അവയ്ക്ക് കർശനമായി താക്കീത് നൽകി. എന്തുകൊണ്ടാണ് തന്നെ വെളിപ്പെടുത്തരുതെന്ന് യേശു കർശനമായി താക്കീത് നൽകിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? യേശു ദൈവമാണെന്നറിയുന്ന യേശുവിന് തന്നെ ഒരു ക്രെഡിറ്റല്ലേ? എന്നാൽ അങ്ങനെയല്ല. യേശു ദൈവം ആണെന്ന് അറിഞ്ഞിരുന്നവർ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാർ, അവരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ യേശുവിനോട് അടുത്ത ആളുകൾ മാത്രമേ അടുത്തുണ്ടായിരുന്നു അവിടുന്ന് ദൈവമാണെന്ന്, ദൈവപുത്രനാണെന്നുള്ളത്. എന്നാൽ ഇവിടെ തന്നെ വെളിപ്പെടുത്തരുന്ന അവൻ അവയ്ക്ക് ഈ അശുദ്ധാത്മാക്കളോട് കർശനമായ താക്കീത് നൽകി. ഒരു കാരണമുണ്ട്. യേശു ദൈവമാണെന്ന് അത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യാൻ
കർത്താവ് തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുകയില്ല. എന്നതാ? കുരിശുമരണം. ദൈവത്തെ ആരെങ്കിലും പിടിച്ച് കുരിശിൽ തറച്ച് കൊല്ലുമോ? ദൈവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരുടെ ആ ആറ്റിറ്റ്യൂഡ്, ആ മനോഭാവം തന്നെ മാറിക്കഴിഞ്ഞില്ലേ അന്നേരെ. അതുകൊണ്ടാണ് കർശനമായിട്ട് യേശു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു രോഗശാന്തി കൊടുക്കുമ്പോൾ ഇത് യേശു എന്നാ പറയുന്നത്? നിങ്ങളിത് ആരുടെ അടുത്ത് പോയി പറയണ്ട, ഇതിനെപ്പറ്റി പബ്ലിസിറ്റി ഒന്നും കൊടുക്കരുതെന്ന് യേശു കർശനമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഇതാണ്. യേശു ദൈവമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവമെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് പരിസ്ഥിതിയുടെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണല്ലോ യേശു. അത് മാംസം ധരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ മനുഷ്യനായ യേശു ക്രിസ്തു ഉണ്ടായതല്ലേ. അപ്പം ദൈവത്തെ നമുക്ക് കാണാറായത് മനുഷ്യൻ്റെ വേഷത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാണാറായത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇത് ഇങ്ങനെയാണ് കാണുന്നത്. ഫിലിപ്പോസിനോട് ചോദിക്കുന്നില്ലേ, യോഹന്നാൻ 11 പറയുന്നില്ലേ, ഫിലിപ്പോസെ, നീ ഇത്രയും കാലം എൻ്റെ കൂടെ നടന്നിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ. എന്നെ കാണുന്നവൻ, ദൈവത്തെ കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞാൽ. ഞാനും പിതാവ് ഒന്നാണെന്നേ, ഞങ്ങൾ ഡിറ്റോയാണ്, ഞങ്ങളൊന്നാണ്. ആളുകൾ ദൈവത്തിൽ 3 ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവർ ഒന്നാണ്. 3 ചീട്ടുകൾ ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് മാറ്റി, ഒരുപോലെ ചീട്ടെല്ലാം ഒരു സൈസാണല്ലോ, മാറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ എല്ലാം ഒരുപോലെ വരും അല്ലേ. ഒറ്റ ചീട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണത്. 3 ആളുകൾ ഒന്നാണ്, ഒറ്റയാണ്. ദൈവം ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പല അവിടുത്തെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇങ്ങനെ വേണം. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ 3 ആളുകൾ അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതൊക്കെ വലിയ രഹസ്യമാണ്. നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നമ്മുടെ തല പോകേണ്ട കാര്യമൊന്നുമില്ല. അഗസ്തീനോസ് പുണ്യാളൻ ചിന്തിച്ച് തല പോകഞ്ഞതുപോലെ നമ്മളും തല പോയൊന്നും വേണ്ട. ഇതൊക്കെ തന്നെയാണ്. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ സഹായിനെ ഞാൻ അയക്കാം എന്ന് യേശു പറയുന്നില്ലേ. സഹായകനെ ഞാൻ അയക്കാമെന്ന് പറയുന്നുണ്ടല്ലോ 17-ാം അധ്യായത്തിൽ യോഹന്നാൻ. അതിനകത്ത് പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. അപ്പം ഇത് ഒറ്റ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല അതൊന്നും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പല ഡിവിഷനായിട്ട് ദൈവത്തിൽ തന്നെ 3 ആളുകളെന്ന് നമ്മൾ കാണുന്നത്. പുത്രൻ തമ്പുരാൻ ലോകത്തിലേക്ക് വന്നതുകൊണ്ട്, മനുഷ്യനായി അവതരിച്ച് വന്നതുകൊണ്ടാണല്ലോ മനുഷ്യർക്ക് രക്ഷയായത്. അല്ലെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ ആ കരാളകസത്തിൽ കിടക്കുകയല്ലേ ഉള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി പാടുപീടുകൾ അനുഭവിച്ച് കുരിശുമരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ തിരുരക്തം ചിന്തിക്കഴിഞ്ഞപ്പോഴാണ്, അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കംപ്ലീറ്റായിട്ട് പിശാച് സറണ്ടർ ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇത് പ്രീഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, ആ രക്തത്തിന് വലിയ വിലയുണ്ടായി. അന്നേരം ഈശോ സഹിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടോ? അപ്പോൾ അശുദ്ധാത്മാക്കൾക്ക് അറിയാം, കാര്യങ്ങളറിയാം, അവർക്ക് വചനം അറിയാമല്ലേ. യേശുവിനെ പരീക്ഷിക്കാനായിട്ട് മലമുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിശാച് ചോദിക്കുന്നില്ലേ, നിന്നെ താങ്ങുവാൻ അവിടുന്ന് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ആ വചനം പറഞ്ഞത്. അപ്പം പിശാചിന് വചനങ്ങളെല്ലാം അറിയാം കേട്ടോ, അത് മനസ്സിലാക്കുകയുള്ളൂ. നമ്മളെക്കാളൊക്കെ വചനം അറിയാവുന്നതിനാണ് പിശാച്. അപ്പോൾ അലറിക്കൊണ്ട് നടക്കുന്നൊരു സിംഹത്തെ പോലെ അവനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ലോകത്ത് അസ്വസ്ഥത, കൊലപാതകം, അതുപോലെ തന്നെ മോഷണം, പിടിച്ചുപറി, ഇല്ലാത്ത വല്ലതും ഉണ്ടോ? എന്തുമാത്രം ബലാത്സംഗങ്ങളാണ് നടക്കുന്നത്, എന്തുമാത്രം പെൺകുട്ടികളാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പം മനസ്സിലാക്കണം, പിശാച് ശരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വലയിൽ നമ്മൾ പോയി പെടരുത്, അത്രേ ഉള്ളൂ. അവിടെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിശാചിൻ്റെ വലയിൽ പോയി പെട്ട് നമ്മൾ നശിച്ചു പോകരുത്.
അതെപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പ്രത്യേകം നമ്മൾ ധ്യാനിക്കുക. യേശു ദൈവമാണെന്ന് പിശാച് പോലും പറയുന്നു. പിശാചിന് ദൈവവചനം അറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ബൈബിളിൻ്റെ പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ദൈവവചനം എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണല്ലോ. വചനത്താലല്ലേ ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വചനം, അതാ യേശു. ഒരാൾ തന്നെയല്ലേ. ഞാനും എൻ്റെ ശബ്ദവും ഒന്ന് തന്നെയാണ്. ഞാനൊരു ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഫോണിൻ്റെ മറ്റേ അറ്റത്തിരിക്കുന്നയാൾ എന്നെ മനസ്സിലാക്കുന്നത് കണ്ടുകൊണ്ടല്ലോ, വീഡിയോ ഫോണല്ലല്ലോ. അല്ലാതെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ശബ്ദം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ വചനം, അതാണ് യേശു. മനസ്സിലായില്ലേ? അപ്പം ഞാനും പിതാവ് ഒന്ന് തന്നെയാന്നേ. പിതാവിൻ്റെ ശബ്ദമാണ് ഞാൻ, പിതാവിൻ്റെ വചനമാണ് ഞാൻ. എന്നെ പക്ഷേ നിങ്ങളിപ്പോൾ കാണാറായിരിക്കുന്നു, ഞാൻ മനുഷ്യരൂപം പ്രാപിച്ചതുകൊണ്ട്. പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ഞാൻ ഈ ഭൂമുഖത്തേക്ക് വന്നതുകൊണ്ട് നിങ്ങളെന്നെ കാണാറായി. ഇതാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കാം, കൂടുതൽ ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ നമുക്ക് തരാനും, ഈശോയെ എപ്പോഴും ഈശോ പറഞ്ഞിരിക്കുന്ന പോലെ ആ കാര്യങ്ങളെല്ലാം നടക്കുവാനും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, അവർക്ക് നന്മ ചെയ്യുവാനും, പാവപ്പെട്ടവരോടൊക്കെ കരുണ കാണിക്കുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.